മാതൃക കാണിക്കുന്ന ജില്ലയാണ്. അത്തരം ഒരു ജില്ലയിലെ ഒരു നേതാവ് എന്നെപ്പോലെ ഒരു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധരിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. ഞാൻ ആ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അദ്ദേഹം തെറ്റിദ്ധാരണ വന്നായിരിക്കാം, അതിന് പറഞ്ഞു കൊടുത്ത് കാണും. കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിയോടൊപ്പം ചേർന്ന് വന്ന പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിമർശിക്കാൻ അവകാശമില്ല. നിങ്ങളെന്തിനാ പറയുന്നത്? എന്നെ വിമർശിക്കട്ടെ. ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കമ്മിറ്റിക്കുള്ളിൽ ഞാനൊരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല. കാരണം പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന് ധാരണപ്പശയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ധാരണപ്പശ വന്നുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്, അത് ഞാൻ അംഗീകരിച്ചു, പാർട്ടിയുടെ ഭാഗമാണ്. എന്നാൽ ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെ പിന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയോടൊപ്പം അങ്ങ് പോകണം. പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട്, സഖാക്കളുടെ ഒരു ചിന്ത വരുന്നുണ്ട്. അത് അദ്ദേഹത്തെ പോലെ നേതാവിന് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്. പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട്. കാരണം ഒരു തെറ്റ് കാണിച്ചു, ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. നിങ്ങൾ ആ അവകാശത്തെ ചോദ്യം ചെയ്യേണ്ട. അത് അദ്ദേഹം പറയുന്നത് തിരുത്താനൊന്നും അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല. അങ്ങനെ ഒരു ധാരണപ്പശുണ്ട്. ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ഞങ്ങളാരും ഈ പറഞ്ഞതിന് വ്യത്യാസമല്ല ജില്ലാ സെക്രട്ടറി പോയെ, ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധം, നിങ്ങൾ കാണുന്ന ബന്ധമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണത്. നിങ്ങൾ കാണുന്ന ആളൊന്നുമല്ല. ഞാനും ജി സുധാകരനും തമ്മിൽ നിങ്ങൾക്കറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന്. നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റത്തില്ല. സംസാരിക്കുമല്ലോ, നേരിട്ട് കണ്ട് സംസാരിക്കും, ഉറപ്പല്ലേ. ഞാനിപ്പോൾ ഈ പിന്നെ മുഖ്യമന്ത്രിയോടെ പോകേണ്ടി വന്നുകൊണ്ട് അല്ലെ ഞാൻ പോയി കണ്ട് സംസാരിച്ചതിന് ഞാനവിടെ ചെന്ന് സംസാരിക്കുക, അതൊന്നും പ്രശ്നമില്ല. ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ്. ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ. നമുക്ക് നല്ലൊരു എന്താണ് അന്നേരം സുധാകരൻ സാറിന് മുഖം കാണാമല്ലോ, അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകും. സുധാകരൻ സഖാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ ചോദിക്കും. എന്താണ് ആ പ്രയാസം, അത് പരിഹരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടിയുടെ നേതൃനിരയിൽ തന്നെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കും. അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അതിലൊന്നും കുറ്റം പറയാം. ഇപ്പോൾ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങൾ തെറ്റ് പറയില്ല. അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ജ്ഞാനമുള്ള ആളത്. അങ്ങനെ ഒരു യോഗത്തെ അവർ വിളിച്ചു. അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അതിനോടൊപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോഴുള്ള ചില പ്രയാസം തോന്നി കാണും. പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതോടെ പ്രശ്നം തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല. ഞാൻ ഉദ്ദേശിച്ചത് ജി സുധാകരനുമായി ഒരു പ്രശ്നവുമില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അദ്ദേഹം